സത്യഭാമയുടെ പ്രശ്നം പറഞ്ഞു കേട്ടില്ലേ, കറുത്തവർ പെർഫോം ചെയ്യണ്ട എന്നൊക്കെ പറയുന്ന പോലെ. ഇത് പറയുന്ന ആൾക്കാർക്ക് ഇത് എളുപ്പമാണ്, പക്ഷെ കേൾക്കണ അല്ലെങ്കിൽ അത് എക്നോളജ് ചെയ്യേണ്ടി വരുന്ന ആളുകൾക്കുണ്ടല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ട്, അത് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിട്ട് തോന്നും. ഈ ഒരു ഏജുള്ള ഒരു സ്ത്രീക്ക് ഇത്രയും കാലമായിട്ട് ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ മനസ്സിലാക്കി എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഇനി മനസ്സിലാവുന്നത് ആ ഒരു ഏജ് കാറ്റഗറി. അതുപോലെ അതിന്റെ പ്രൊമോഷന്റെ സമയത്ത് ഷൈൻ ടോം ചാക്കോയിട്ട് ഒരു അടിയൊക്കെ ഉണ്ടാക്കി സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ മാറുകയാണെന്നൊക്കെ പറയുന്ന പോലെ. എന്താ ആക്ച്വലി സംഭവിച്ചത്? ഹായ്, വെൽക്കം ബാക്ക് ടു ജമേ ഷോ. ജമേ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡാണ്. കുറച്ച് കാലമായിട്ട് ജമേ ഷോ ചെറിയൊരു ഗ്യാപ്പ് വന്നു, നമ്മൾ പുതിയ എപ്പിസോഡുകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും പുതിയ രീതിയിൽ. അപ്പോൾ ഇന്ന് നമ്മളെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് മെറീന മൈക്കിളാണ്. മെറീന മൈക്കിളിൻ്റെ വിശേഷങ്ങളും കുറച്ച് ഫോട്ടോഷൂട്ടും ഒക്കെയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വെൽക്കം ടു ജമേ ഷോ. സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ആ സിനിമ എന്ന് പറയുന്നത് തമിഴ് ടെക്നീഷ്യൻസും ഒക്കെ ആയിരുന്നു ആ സിനിമയ്ക്കകത്ത് കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഒരു കോഴിക്കോടുകാരി മലയാളി പെൺകുട്ടി എങ്ങനെയാണ് അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായി മാറുന്നത്? എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുന്നത്? ശരിക്കും ആ സിനിമയിൽ എത്തിപ്പെടാൻ കാരണം മകേഷ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളി അതിൽ അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിട്ട് എന്തോ വർക്ക് ചെയ്തിരുന്നു. അപ്പം നാട്ടിൽ നിന്നുള്ള പരിചയം ത്രൂ ആണ് ഇങ്ങനൊരു സിനിമ ഉണ്ട്, അപ്പോൾ അതിൽ ചെറിയൊരു വേഷമുണ്ട്, ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പോകുന്നത്. അപ്പം എനിക്ക് അന്ന് അറിയില്ല അത് എന്താ പറയുക തമിഴ് മലയാളത്തിൽ ഷൂട്ട് ചെയ്യുന്ന ബൈലിംഗ്വൽ സിനിമയാണെന്ന് അറിയില്ല. മാരി എന്ന് പറഞ്ഞ ധനുഷിന്റെ വലിയൊരു സിനിമ, മാരി സിനിമ ചെയ്തതിന്റെ ഡയറക്ടറാണ് ബാലാജി മോഹന്റെ ആണ് ഈ സിനിമ. ബാലാജി മോഹൻ ആരാണെന്ന് അറിയില്ല, ബിക്കോസ് മോഡലിംഗ് ഒക്കെ അപ്പൊ തുടങ്ങിയിട്ടുള്ളൂ, പക്ഷെ സിനിമയെ പറ്റി ഒരു ഐഡിയ ഇല്ല എനിക്ക്. അപ്പൊ അങ്ങനെ ഒരു സുഹൃത്ത് വഴി തന്നെയാണ് ഞാൻ ആ സിനിമയിലേക്ക് എത്തുന്നത്. നമ്മളെപ്പോഴും പറയില്ലേ, നമ്മള് ഏതെങ്കിലും ഒരാളുണ്ട്, അപ്പൊ ഗോഡ് ഫാദർ അല്ലാന്നുണ്ടെങ്കിലും കൈ പിടിച്ചില്ലേ നിമിത്തത്തിലേക്ക് എത്തിക്കാൻ ഒരാളുണ്ടാവും എന്ന് പറയില്ല. അപ്പൊ അതൊരു എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു, എനിക്ക് തോന്നുന്നു ഒരു വലിയ ഓപ്പണിങ് തന്നെയാണ് അത്. കാരണം സൗത്ത് ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ഡയറക്ടറുടെ 3-4 ഭാഷകളിലൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു സിനിമയായിരുന്നു അത്. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത് എന്താ വെച്ചാൽ ആ സിനിമ ചിലപ്പോൾ കൊറോണ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ആൾക്കാർക്ക് കുറച്ചുകൂടെ അതിന്റെ, കാരണം നമ്മൾ ഒട്ടും വിചാരിക്കുന്നില്ല അതിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ആളുകൾ സംസാരിക്കാതെ ആവുന്ന എന്തോ ആണ്. അപ്പൊ അത് കൊറോണയ്ക്ക് നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, നമ്മൾ മാസ്ക് ഇടാറുണ്ട്, ഇതിൽ മാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ടൈമിൽ ആ സിനിമ അത്ര വർക്ക്ഔട്ട് ആയിരുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് പുതിയ ഒരാൾ എന്നുള്ള രീതിയിൽ വലിയ ഓപ്പണിംഗ് ആയിരുന്നു. എനിക്കത് വലിയ പടമായിരുന്നു, കാരണം ദുൽഖർ ഉണ്ട്, നസ്രിയ ഉണ്ട്, ഇതൊന്നും എനിക്ക് ആ സിനിമ അഭിനയിക്കുമ്പോൾ അറിയില്ല. DQ ആയിട്ട് കോമ്പിനേഷൻ ഉണ്ട്, എന്റെ സീൻ കോമ്പിനേഷൻ ഉള്ളത് DQ ആയിട്ട്. പിന്നെ അർജുൻ എന്ന് പറഞ്ഞൊരു ആക്ടർ, ഈ അർജുൻ എന്ന് പറഞ്ഞ ആക്ടറായിട്ട് ഞാൻ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. അപ്പം ഞങ്ങളെ അർജുൻ്റെയും എനിക്ക് തോന്നുന്നു 2ാമത്തെയോ 3ാമത്തെയോ പടമാണ്. അപ്പം വലിയൊരു ഓപ്പണിംഗ് തന്നെയായിരുന്നു. പക്ഷെ അത് ആ സിനിമ ഒരുപാട് അത് ആളുകളിലേക്ക് എത്തിയില്ല. എന്നിരുന്നാലും സീൻ ഇപ്പോഴും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഓക്കെ, അവിടെ നിന്ന് നേരെ അമർ അക്ബർ ആന്റണി എന്ന് പറയുന്ന മലയാള സിനിമയിലേക്കാണ് എത്തുന്നത്. എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു വരവ്? കോഴിക്കോട് വെച്ചിട്ട് ഒരു ഓഡിഷൻ നടന്നിരുന്നു. ഓഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനെ അതെങ്ങനെയാണ് എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ 2-3 പേര് എന്നെ കാണാൻ വന്നിരുന്നു നമ്മുടെ RP മോളിൽ. ഓഡിഷൻ പോലെ തന്നെ നേരിട്ട് നായികനെ കാണാൻ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ഓഡിഷനൊക്കെ പോയി, ഞാൻ ഓക്കെ ആയി. അപ്പോൾ അത് പൃഥ്വിരാജിനെ വെച്ച്, രാജുവേട്ടനെ വെച്ച് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു. പക്ഷെ ആ സിനിമ നടന്നില്ല. അപ്പോൾ ഈ ഓഡിഷന് കാണാൻ വന്നതിൽ ക്യാമറമാനായിട്ട് സുജിത്തേട്ടൻ ഉണ്ടായിരുന്നു, സുജിത് വാസുദേവൻ. അന്ന് ഇതേ അവസ്ഥ തന്നെ, സുജിത്തേട്ടൻ ആരാന്ന് പോലും നമുക്ക് അറിയില്ല. കാരണം അപ്പോൾ പുള്ളി
പുള്ളിയാണ് പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യണത്. പുള്ളി എന്നെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമ ഉണ്ട്. അപ്പം നാദിർക്കെ നമുക്കറിയാം, കാരണം TV കാണുന്നതാണ്. കാരണം ഈ ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യുന്ന നമുക്ക് അറിയില്ല. കാരണം എന്താ വെച്ചാൽ പേരറിയാം എന്നല്ലാണ്ട് പിന്നെ ആ സമയത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കോ അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും ഇല്ലല്ലോ. ഇപ്പോഴാണല്ലോ കുറച്ചുകൂടെ സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആവുന്നത്. ട്രൂ കോളർ ഒക്കെ വന്നുകൊണ്ടാണല്ലോ പലരുടെ ഐഡന്റിറ്റി നമ്മൾ പിടിക്കുന്നത്. അതെ അതെ, ഇക്കയാണോ ഏട്ടനാണോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അന്ന് എനിക്കറിയില്ല സുജിത് വാസുദേവനാണെന്ന് ആരാന്ന്. പക്ഷെ സിനിമ നോക്കുമ്പോ അമർ അക്ബർ ആന്റണി എന്ന് പറഞ്ഞ സിനിമ, പൃഥ്വിരാജ് ഉണ്ട്, ഇന്ദ്രജിത്ത് ഉണ്ട്. അപ്പം കോമ്പിനേഷനുള്ള ഇന്ദ്രേട്ടനായിട്ടാണ്. അപ്പം അത് വലിയ വേറൊരു സീനായിരുന്നു. കാരണം മാരി പോലത്തെ ഒരു സിനിമയിൽ നിന്ന് പിന്നെ ഇതിലേക്ക് പോകുമ്പോൾ അപ്പോഴാണ് ഞാൻ അയ്യോ എന്നെ വിളിച്ച ഒരാൾ ഇത്രയും വലിയൊരു സംഭവമാണെന്ന് പറയണേ. സുജിത്തേട്ടനാണെന്നും പിന്നെ മഞ്ജു പിള്ളയുടെ ഹസ്ബൻഡ് ആണെന്നും അങ്ങനത്തെ ഡീറ്റെയിൽ ഒക്കെ പിന്നീട് അവിടെ വെച്ചിട്ടാണ് അറിയുന്നത്. പക്ഷെ ഭയങ്കര ഇമ്മച്ചുവർ ആയിട്ടാണ് ഞാൻ ശരിക്കും സിനിമയിലേക്ക് കയറുന്നത്. ഒരു തയ്യാറെടുപ്പില്ലാതെ നമ്മൾ ഈ മറ്റേ പിള്ളേരെയും കൊണ്ട് മറ്റേ ഇത് കാണാൻ വേണ്ടി ഇത് എന്താ നടക്കണെന്നുള്ള ഒരു അവസ്ഥയിലാണ് കേറണത്. പക്ഷെ അതങ്ങനെ ആ ജേർണി ഇങ്ങനെ പോണു. അപ്പോ ഈ സിനിമയിലേക്ക് വരുമ്പോഴേ എനിക്ക് തോന്നുന്നു ഈ ചെയ്ത സിനിമകളിലൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് ഈ ഹെയർ ഇങ്ങനെ പലയിടത്തും. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു ക്യാരക്ടറായിട്ട് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാനൊക്കെ എളുപ്പമായതുകൊണ്ടായിരിക്കും ഡയറക്ടേഴ്സ് ഈ ഹെയറും താല്പര്യപ്പെടുന്നുണ്ടാവും. ഈ ഹെയർ കാരണം നല്ലതും ഉണ്ടായിട്ടുണ്ട് ചീത്ത ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ ഇനീഷ്യൽ ഇതിലൊക്കെ ഞാൻ വിചാരിച്ച ഒരു മോഡലായിട്ടാണല്ലോ എൻട്രി. ഇപ്പൊ മോഡൽ ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹീറോയിൻ. പിന്നെ ഞാൻ നെക്സലേറ്റ് ടെററിസ്റ്റ്, ആൾക്കാർ മുഴുവൻ നെക്സലേറ്റ് ടെററിസ്റ്റ്, ആണുങ്ങളെ ചാടി അടിച്ച് പപ്പടം. പിന്നെ അത് തന്നെ വരാൻ തുടങ്ങി ഒരു പോയിന്റ് ഓഫ് ടൈം വരെ. എനിക്കൊന്ന് റീസെന്റ് ഞാൻ ചെയ്ത സിനിമ പോലും അങ്ങനെയാണ്. വിവേകാനന്ദൻ വൈറലും അങ്ങനെ തന്നെയാണ്. ഈ മുടി ശരിക്കും ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെയാണോ? അപ്പൊ ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണ് ഇത് നാച്ചുറൽ ഹെയർ ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം കേളി ആക്കാനൊക്കെ പറ്റുമല്ലോ, സ്ട്രെയിറ്റ് ആക്കാൻ പറ്റും, കേളി ആക്കാൻ പറ്റും. ജമേഷ് ചേട്ടൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ വിവേകാനന്ദന്റെ ഇത് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ ആ സമയത്ത് എനിക്ക് നല്ല മുടിയുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച ഒരു കാര്യം ചെയ്യാം, കാരണം നമ്മുടെ വർക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും മുടി ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ക്യാരക്ടേഴ്സ് ഒന്നും പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് എനിക്ക് തീരെ പറ്റുന്നില്ല. കാരണം കേളി ഹെയർ സ്ട്രെയിറ്റ് ആക്കാൻ പറ്റും എന്നുള്ളതോ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ വെച്ച് വിഗ് വെക്കാന്നുള്ളതൊന്നും ആർക്കും ആക്സെപ്റ്റബിൾ അല്ല. എല്ലാവരും വിചാരിക്കണം ഒരുപാട് ടൈം എടുക്കും, അപ്പം ഇന്ന ആളെ കാസ്റ്റ് ചെയ്താൽ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് ഞാൻ മുടി കട്ട് ചെയ്തു. ഞാൻ മുടി ക്രോപ്പ് ചെയ്തു. അപ്പൊ എനിക്കൊരു ചേഞ്ച് ആവുമല്ലോ. കാരണം ഇനി ഒരു കുറേ ഏജ് ആയിട്ട് ഒരു ലേറ്റ് 70s 60s ഇതുപോലെ കട്ട് ചെയ്ത് നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണാൻ പോലും ഉണ്ടാവുമല്ലോ. കട്ട് ചെയ്താൽ നമുക്ക് തന്നെ കാണാം, നമുക്ക് തന്നെ ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടാം. അപ്പൊ അതുകൊണ്ട് ഹെയർ കട്ട് ചെയ്തിട്ട് ഞാൻ നല്ലോണം ക്രോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തു. ഇപ്പൊ ഇന്നലെ ഞാൻ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടു, എന്റെ മുടി വളർന്നു കണ്ടില്ലേ, നാച്ചുറലി കേളി ഹെയർ ആണെന്നുള്ളത്. ഇത് ചെറുപ്പത്തിലെ ഇങ്ങനെ കുറച്ച് കോയിൽ കേൾസ് ആണ്. മുംബൈ ടാക്സി എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിരുന്നു. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറയുന്ന സിനിമയിലെ ബാദുഷ പുള്ളി പിന്നെ യങ്ങറായിട്ട് ഹീറോ ആയിട്ടൊക്കെ ചെയ്ത ഒരു സിനിമയായിരുന്നു. ഈ പപ്പയുടെ സ്വന്തം അപ്പൂസ് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനുശേഷം ഇയാളെ നേരിട്ട് കാണുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ ആക്ച്വലി ഇത് മുംബൈയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. മുംബൈ ടാക്സി ഇവിടെ പെർമിഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ മിക്കപ്പോഴും ഈ പറഞ്ഞ പോലെ ഡയറക്ടറോ അസോസിയേറ്റ് ആരെങ്കിലും കാറിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഞാൻ ബാക്കത്തെ സീറ്റിലുണ്ടാവും, ഫ്രണ്ടിൽ വണ്ടി ഓടിക്കും, അല്ലെങ്കിൽ ഞാൻ ഇവന്റെ തൊട്ടപ്പുറത്തുള്ള സീറ്റിലുണ്ട്. അപ്പൊ ഇവനിങ്ങനെ ഓടിക്കും. നമ്മളിപ്പോ ഏതെങ്കിലും പോലീസ് പിടിക്കുന്നുള്ള പേടിയിലാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നത്. എനിക്ക് ഈ കുഞ്ഞിൽ കണ്ടിട്ടുള്ള ആ ഒരു നമുക്കൊരു ആ സിനിമ കാണുമ്പോൾ നമുക്കൊരു സ്നേഹവും ഇഷ്ടമൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. പക്ഷെ ഭയങ്കര ചൈൽഡിഷ് ക്യാരക്ടറാണ് അവൻ്റെ. ഭയങ്കര ആള് ഭയങ്കര പാവാണ്, സാധുവാണ്. നല്ല 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 എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ആള് പിന്നെ സിനിമയിൽ ഒരുപാട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്ന ഒരാളാണ്. പക്ഷെ പിന്നെ എനിക്ക് തോന്നുന്നില്ല അവന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ സെറ്റിലായി. അതുപോലെ ഹാപ്പി വെഡിങ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു ക്യാരക്ടറാണ് എനിക്ക് തോന്നുന്നു ചെയ്തതിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടർ അതായിരുന്നു. ജാടക്കാരിയായ ഒരു പെൺകുട്ടിയായിട്ട് ആ ക്യാരക്ടറിലേക്ക് ശരിക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? അത് ഈ മുംബൈ ടാക്സിയുടെ കൺട്രോളർ ആയിട്ടുള്ള ഒരു താജു
താജുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിന്റെ ആലുവയിൽ. അപ്പൊ പുള്ളിയാണ് പറയുന്നത് പുതിയ ആൾക്കാരെല്ലാരും കൂടെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, നിനക്ക് വന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ആ സമയത്ത് മുംബൈ ടാക്സി ചെയ്തിരിക്കുകയാണ്, മോഡലിംഗും ചെയ്യുന്നുണ്ട്. ഞാൻ ലൈക്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ് എന്റെ സ്ട്രാറ്റജി. നമ്മൾ വലിയ ഓപ്പർച്യൂണിറ്റീസ് വരും അല്ലെങ്കിൽ വലിയ ചാൻസുകളോ നമ്മളെ തേടി വരുന്നു, എപ്പോഴും എല്ലാവർക്കും ചിലപ്പോൾ അത് വർക്ക്ഔട്ട് ആവണമെന്നില്ല. ഈ ഭാഗ്യം എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ ഉണ്ട്. അത് നമ്മൾ ചിലപ്പോൾ ഭാഗ്യം എന്നെ തേടി വരും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വന്നിട്ടില്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ വയസ്സായിട്ട് നമ്മളിരുന്ന് ആലോചിക്കുമ്പോൾ വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ചെറുതാണെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു അങ്ങനെ പോയി ചെയ്ത വർക്കാ. ഹാപ്പി വെഡിങ് ചെയ്യുന്ന സമയത്ത് സൗബിക്ക് അത്ര ഫേമസ് അല്ല, ഷറഫുദ്ദീനും അങ്ങനെ അത്ര ഫേമസ് അല്ല, സിജുവിനും ഒരു ഓപ്പണിംഗ് ആയിരുന്നു സിനിമ. ഞാൻ എന്നെ സംബന്ധിച്ച് വലിയ പരിചയമില്ല ആൾക്കാരെ, എന്നാൽ വലിയ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും അല്ല, പുതിയ ടീമാണെന്ന് ഓൾറെഡി താജുദ്ദീൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്ന് ആ സീൻ ചെറിയ സീനായിരുന്നു, പക്ഷെ ഒരു 8-9 ദിവസം എടുത്തു ആ സീൻ, ഇത്രയും ചെറിയ സീൻ ഷൂട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ അവിടെ ചെന്ന് ആ സീൻ കഴിഞ്ഞ് തിയേറ്ററിൽ പ്രൊമോഷന് ഞാൻ ഇറങ്ങി. പക്ഷെ പ്രൊമോഷന്റെ ടൈമിൽ ബാക്കിയുള്ളവരെല്ലാവരും തിരക്കായി, ഞാൻ മാത്രം അവൈലബിൾ. അപ്പൊ ഞാൻ ആ ടൈമിൽ പ്രൊമോഷനും കാര്യങ്ങളും കയറിയപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ചെയ്തു. ലൈക്ക് കുറച്ച് ആളുകളിലേക്ക് എത്താൻ. ഇപ്പൊ സോഫി എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഈവൻ കുറെ ആൾക്കാർക്ക് ഇപ്പോഴും എന്റെ പേര് മെറീനയാണെന്ന് അറിയില്ല, സോഫി എന്ന് അറിയില്ല. അപ്പൊ അത് നല്ലൊരു അതുപോലെ പിന്നെ ആ സമയത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ട എബി എന്ന് പറയുന്ന സിനിമ. എബി ആ ടൈം ചങ്സിന്റെ ടൈമിലാണ് എബി ചെയ്യുന്നത്. അതെ, അപ്പം എബിയും അങ്ങനെ എബിയും തിയേറ്ററിൽ ശ്രദ്ധിച്ചൊരു സിനിമ തന്നെയായിരുന്നു. എബി ശ്രദ്ധിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം എബിയുടെ കൂടെ തന്നെ ഓപ്പോസിറ്റ് വേറെ ഒരു സിനിമ സെയിം കഥയായിട്ട് അതിലൊരു സ്റ്റാർ ആണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പുറത്ത് ഞാനും വിനീതേട്ടനുമാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയ ഓപ്പണിങ്ങും ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു സിനിമ എബിയാണ്. പക്ഷെ എബിക്ക് വേണ്ടത്ര റെക്കഗ്നിഷൻ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൊമോഷൻ സൈഡൊക്കെ ഭയങ്കര ഡള്ളായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഭയങ്കര ടെൻഷനും ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ടൈമിൽ. ബട്ട് കണ്ട ആൾക്കാർക്ക് അതൊരു വന്ന് പറയും ഇങ്ങനെ നല്ല ക്യാരക്ടറാണ് അനുമോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. കൊച്ചിയിലാണ് ഇപ്പൊ താമസിക്കുന്നത്, പക്ഷെ കോഴിക്കോടുകാരിയാണ്. കോഴിക്കോട് ആണ് ബാല്യം കുട്ടിക്കാലമൊക്കെ ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കോഴിക്കോടൻ ഓർമ്മകളൊന്ന് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കോഴിക്കോട് എപ്പോഴും ഞാൻ പറയണത്, കോഴിക്കോട് എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണമാണ് ഏറ്റവും പ്രധാനം. ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ പഠിച്ച സ്കൂള് അവിടുത്തെ സുഹൃത്തുക്കൾ, എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ലൈഫിൽ സസ്റ്റെയിൻ ആയിട്ട് പോകുന്നത്. കാരണം സിനിമയിലുള്ള ആൾക്കാർക്ക് ഒരു ഇതുണ്ട്, ഒരു 30 ദിവസം ഒരു ടീമിനോട് വർക്ക് ചെയ്യുക, പിന്നെ ടാറ്റ ബൈ ബൈ പറയും, പിന്നെ അടുത്ത ടീമായിരിക്കും. അപ്പൊ നമുക്കൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു കപ്പിൾ ഓഫ് ആൾക്കാരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൂടുതലും നല്ല ഓർമ്മകൾ ഉള്ളത് കോഴിക്കോടാണ്. നാട്ടിൽ പോവാറുണ്ട്, ഞാൻ ഇടയ്ക്ക് പോവും, ഇടയ്ക്ക് വരും, അങ്ങനെ. അതിലുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഇപ്പൊ ബന്ധം കോഴിക്കോടാണ്? ആ കോഴിക്കോട് ഇപ്പൊ എന്റെ കൂടെ വർഷങ്ങളായിട്ടുള്ള ഒരാള് അമൃത എന്ന് പറഞ്ഞിട്ട്, ഞാൻ അവൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ്. അവള് എന്നെ ഇവിടെ ഫ്ലാറ്റിലേക്ക് വന്നു, ഒരു മാസം നിന്നു, പിന്നെ ഇപ്പൊ ഇവിടെ ജോലിക്ക് ആളെങ്ങോട്ട് കൊണ്ടുവന്നു ഞാൻ. അപ്പൊ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഒരു ലോങ് ഡിസ്റ്റൻസ് ലോങ് ടേം ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. മലയാള സിനിമയിലേക്ക് വരുന്ന സമയത്ത് സിനിമ അത്ര പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണെന്നൊക്കെ തോന്നിയിരുന്നു. കാരണം പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വരാറുണ്ട്. കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ സൗന്ദര്യം വെച്ച് അളക്കുന്നുണ്ടാവാം. എനിക്ക് തോന്നുന്നു വരുന്ന സമയത്ത് ഇച്ചിരി തടിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ നല്ല ലീനായിട്ടുണ്ട് ആള്. പിന്നെ ഇടക്കാലത്താണ് തടിച്ചതല്ലേ? ഞാൻ ഇപ്പോഴാണ് തടിച്ചത്. അന്ന് ഞാൻ 54 കിലോ ആയിരുന്നു, 54 കിലോ ആണ്. ഇന്നിപ്പോ ഞാൻ എത്ര 67. അപ്പൊ ഇമാജിൻ ആ ഡിഫറൻസ്. എന്തായാലും ഇപ്പോഴാണ് തടിച്ചത്. പക്ഷെ അങ്ങനത്തെ ബാരിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നോ ഈ കാസ്റ്റിംഗിന്റെ സമയത്തൊക്കെ? എനിക്ക് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ സ്കിൻ കളർ ഒരു വലിയ പ്രശ്നമായിരുന്നു. കാരണം ഞാൻ
ഇപ്പം ഇരിക്കുന്നതിലും ഇച്ചിരി കൂടെ ഡള്ളായിരുന്നു ആ സമയത്ത്. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ സ്കിന്ന് കെയർ ചെയ്യുമല്ലോ. ആ സമയത്ത് ഞാൻ കുറച്ചുകൂടെ ടാൻഡ് ആയിരുന്നു. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കാസ്റ്റിങ്ങിനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹീറോയിൻ ഫിഗർ ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. അത് അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന എന്താണ് കലാമണ്ഡലം എന്തോ ഒരു ലേഡി പറഞ്ഞു, സത്യഭാമയുടെ പ്രശ്നം പറഞ്ഞു കേട്ടില്ലേ, കറുത്തവർ പെർഫോം ചെയ്യണ്ട എന്നൊക്കെ പറയുന്ന പോലെ. ഇത് പറയുന്ന ആൾക്കാർക്ക് ഇത് എളുപ്പമാണ്, പക്ഷെ കേൾക്കണ അല്ലെങ്കിൽ അത് എക്നോളജ് ചെയ്യേണ്ടി വരുന്ന ആളുകൾക്കുണ്ടല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ട്. അത് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിട്ട് തോന്നും. എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ ഈ ഇൻസെക്യൂരിറ്റി ബ്രേക്ക് ചെയ്യിപ്പിച്ച സാധനം എൻ്റെ മുടിയാണ്. കാരണം മേ ബി ഞാൻ കളർ കുറവാണ് അല്ലെങ്കിൽ കുറച്ച് ടോൺ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് എനിക്കതിന് കോംപ്ലിമെന്റ് ചെയ്തിരുന്ന എൻ്റെ മുടിയാണ്. അപ്പം ഒരു 10 പേരിങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പൊ എത്ര ഫെയർ ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിലും കേളി ഹെയർ റെയർ ആയിരിക്കും. ഞാൻ ലോഞ്ച് ചെയ്ത സമയത്ത് അധികം പേര് കേളി ഹെയർ ഇല്ല, മോഡൽസ് ഒക്കെ വളരെ കുറവാണ്. അതെ, അപ്പൊ കൂടുതലും ഞാൻ ഇപ്പൊ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ബ്രാൻഡ്സ് പറയുമ്പോൾ ഇന്ദുലേഖ, ധാത്രി പോലത്തെ നല്ല ബ്രാൻഡുകളൊക്കെ ലോഞ്ച് ആയ ടൈമില് ഒരു 10 സ്ട്രേറ്റ് ഹെയർ നോക്കുമ്പോൾ 2 കേളി ഹെയർ ഉണ്ടാവുള്ളൂ, അതിൽ ഒരെണ്ണം ഞാനായിരിക്കും. ഓക്കെ, അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഞാൻ ഭയങ്കര ഡള്ളാണെന്നൊന്നും ആ ടൈമിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സിനിമയിൽ വന്നപ്പം മോഡലിംഗിൽ എനിക്ക് ഭയങ്കര ഗുണമായിരുന്നു ഈ ടോൺ വെച്ചിട്ടാണെങ്കിലും ഒക്കെ. കാരണം റെയർ ആണ്, നമുക്ക് ഫീച്ചേഴ്സ് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യും അല്ലേ. ഇപ്പൊ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അല്ല നമ്മളൊരു ഇച്ചിരി ടാൻ കളർ വേറൊരു ലുക്കും വേറൊരു വൈറ്റ് ആകുമ്പോൾ ബ്ലീച്ച് ആവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാർ. ഇപ്പൊ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ആൾക്കാരെ അടുത്ത് പറയാറുണ്ട് കളർ ചേഞ്ച് ചെയ്യരുത് അല്ലെങ്കിൽ കളർ മാറ്റാൻ ട്രൈ ചെയ്ത് സ്കിൻ ലൈറ്റനിങ് ചെയ്യരുതെന്ന്. അപ്പോൾ മോഡലിംഗിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ സിനിമയിൽ വന്നപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിയുന്ന സമയത്ത് ഇപ്പോൾ അവർ നേരിട്ട് കാണുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോൺ ഡിഫറൻസ് ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും അവർ ഇതുകൊണ്ടാണ് അവർ റിജക്ട് ചെയ്യണം എന്നുള്ളത്. 2-3 സ്ഥലത്ത് നിന്ന് ഞാൻ അത് എക്നോളജ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ സമയത്ത് അയ്യോ സിനിമ പോകുന്നത് അല്ലെങ്കിൽ ഒരു റോള് പോകുന്നത് കളറിന്റെ ബേസിസിലാണെന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പാരലലി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, വർക്ക് വേറെ രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഞാൻ പറയും നെക്സ്റ്റ് ടെററിസ്റ്റ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊന്നും ഈ പറഞ്ഞ പോലെ സോക്കോൾ നമ്മുടെ ആ ടൈമിൽ അങ്ങനെ വെളുത്ത ആൾക്കാരെ അവർ പ്ലേസ് ചെയ്യില്ല. അതുകൊണ്ടാണ് അതൊക്കെ എനിക്ക് വന്നിരുന്നത്. അതൊരു ഭാഗ്യം, ഉള്ളത് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കണത്. പിന്നെ ഞാൻ പറഞ്ഞ ജമേഷേട്ടാ, നമ്മളൊരു ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ആ ഇൻഡസ്ട്രീനെ പറ്റി ഒന്നും അറിയില്ല. നമുക്ക് അപകടത്തിനെ പറ്റി അറിയുമ്പോഴേ പേടിയുണ്ടാവുള്ളൂ. എനിക്കിത് അറിഞ്ഞുകൂടാ. ആദ്യം നമ്മൾ ലോഞ്ച് ആകുമ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റി എനിക്ക് അറിയില്ല. പിന്നെ മോഡലിംഗിൽ വരുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഞാനൊരു ട്രെയിൻ മോഡലാണ്. ഡാലു ആണ് എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സർട്ടൻ ഒരു കൈൻഡ് ഓഫ് ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ. ഒരാളോട് മിണ്ടൂല, വന്ന് പണിയെടുക്കുക, വർക്ക് ചെയ്യുക, ഷൂട്ട് ചെയ്യുക. ഓവർ കമ്മിറ്റഡ് ആവില്ല, ഓവർ മിങ്കിൾ ആവില്ല. കാരണം എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളൊന്ന് ഇച്ചിരി അയഞ്ഞാൽ അത് തല കയറും എന്നുള്ള പേടി. അപ്പൊ ഞങ്ങൾ അങ്ങനെ ട്രെയിൻഡ് ആയിരുന്നു. നമ്മൾ സർട്ടൻ കൈൻഡ് ഓഫ് ആൾക്കാർ. റാമ്പ് മോഡലായിരുന്നു ഞാൻ. അപ്പൊ ഞങ്ങൾക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ നമ്മള് റാമ്പിലുള്ള ആൾക്കാരൊക്കെ നടക്കുമ്പോൾ ഇവരെന്താ നമ്മളെ കൊല്ലാൻ നടക്കണം, അത്ര ആറ്റിറ്റ്യൂഡിലാണല്ലോ നടക്കുക. ചിരി വളരെ കുറവായിരിക്കും. അപ്പൊ അത് റിയൽ ലൈഫിൽ നമുക്ക് അതൊരു ഇതായതുകൊണ്ട് ആൾക്കാർക്ക് വന്ന് അപ്രോച്ച് ചെയ്യാനും പേടിയായിരുന്നു. ചില പ്രശ്നക്കാരനവൻ സാധ്യത ഒരാളെ കാണുമ്പോ നേരെ ഇതെടുത്ത് മുഖത്ത് വെക്കും. മറ്റേ നമ്മളിങ്ങനെ ഇരുന്ന് ചിരിച്ചാ തീർന്നല്ലോ, ചിരിച്ചാ ഒരു ഓക്കെ ഹായ് മറീന അങ്ങനെ പറയും. മറ്റത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മിണ്ടൂലല്ലോ. സത്യത്തിൽ വേറെ ഒരു അപ്രോച്ച് വേണ്ടെന്നുള്ളൊരു സാധനമുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല എല്ലാവരും എങ്ങനെയാണെന്ന്, ഫസ്റ്റ് ടൈം അല്ലേ. അപ്പൊ ഈ സാധനം തന്നെ ഞാൻ സിനിമയിലും ഫോളോ ചെയ്തു. സിനിമയിൽ വന്നപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി മറീന ഇതല്ല സിനിമ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. എല്ലാവരുടെ അടുത്തും മിങ്കിൾ ചെയ്യണം, എല്ലാവരുടെ അടുത്തും ഇതാക്കണം. അപ്പം കൂടുതലും നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു എന്താ പറയാ, എന്നെ എപ്പോഴും പറയാൻ ആൺകുട്ടി ഫീൽ ആണെന്നാണ്, ഒരു ബ്രദർ വൈബാണെന്നാണ് പറയുന്നത്. അപ്പം മേ ബി എന്നെ ഒരു പെണ്ണായിട്ട് തോന്നാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് മാത്രമായിരിക്കില്ല, എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പം പെരുമാറുമ്പോൾ ഞാനൊരു പെൺകുട്ടിയാണെന്നുള്ള രീതിയിൽ ഒരു ഷൈ ഒന്നും ആവാതെ വളരെ ഓപ്പൺ ആയിട്ട് പെരുമാറുമ്പോൾ പിന്നെ ആളുകൾക്ക് വേറൊരു ഇതുണ്ടാവും, എങ്ങനെയാ അതിനോട് അങ്ങനെ. അപ്പൊ അതും ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ആരെങ്കിലും വളരെ റൊമാൻറ്റിക് ആയിട്ട് എന്തെങ്കിലും നോക്കുമ്പോ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ ഇതെല്ലാം നമ്മളുടെ ഒരു പ്രൊട്ടക്ഷൻ, മറ്റേ ഇതാണ്, ഷീൽഡാണ്. നമ്മൾ ആൾക്കാരുടെ ആ ഒരു ഫീലിങ്ങിനെ നശിപ്പിച്ച് കളയാന്നുള്ള സാധനം ഉണ്ടല്ലോ, ഇതിലൊക്കെ ട്രെയിൻഡ് ആണ്.
അതിലൊക്കെ വളരെയധികം ട്രെയിൻഡ് ആണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ഭാഗ്യം, എല്ലാം ഈ സുഹൃത്തുക്കൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഒരു സിനിമ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അവനിപ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ അടുത്ത പടം അവൻ അസോസിയേറ്റ് ആകുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് മെറീന എന്നാണ്, പുള്ളി കുഴപ്പമില്ല ഒന്ന് ട്രൈ ചെയ്തു, അപ്പൊ ആ സിനിമയിൽ കയറി. അതിൽ നിന്ന് ആരെങ്കിലും പരിചയപ്പെട്ട അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പോയത്. ഇപ്പൊ ഈ നമ്മൾ ഈ കളറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വീണ്ടും ചോദിക്കുക, സത്യഭാമയുടെ ഈ ഇഷ്യൂ കേട്ട സമയത്ത് സത്യത്തിൽ എന്താ തോന്നിയത്? എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ, എനിക്ക് അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ മോശമാണെന്ന് അതെനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നി. പക്ഷെ ഒരു സർട്ടൺ ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ പറഞ്ഞ് തിരുത്താൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ ഒരുപാട് ഓൺലൈനിൽ അവരെ ട്രോൾ ചെയ്താലും അവരെ ചീത്ത വിളിച്ചാലും അവരെ വീട്ടുകാരെ ഇപ്പൊ അവർക്ക് അത്രയും സോഷ്യൽ ബുള്ളിങ്ങും പബ്ലിസിറ്റി ഒക്കെ കിട്ടി. സോഷ്യൽ ബുള്ളിങ് വന്നാലും അവർക്ക് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർ വിചാരിക്കും ഇതൊന്നും അടങ്ങാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ പറയും ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോ എന്നൊരു സ്റ്റേറ്റ്മെന്റ് അവർ പറയുമെങ്കിലും മെന്റലി അവർ മാറുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്കൊരു ഏജ് കഴിഞ്ഞപ്പോൾ നമ്മൾ പറയില്ലേ പെൺകുട്ടികളെ ഒരു 20s മുതൽ ഒരു 30s ഇടയിൽ കല്യാണം കഴിപ്പിക്കണം എന്ന് പറയുന്നത് ഈ ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് മുമ്പ്. കാരണം അവർക്കൊരു അഡാപ്റ്റേഷൻ വരും. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു സർട്ടൻ രീതിയിലേക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും യങ്ങർ ഏജിൽ. കുറച്ചൊന്ന് വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാനൊരു 35-36 വയസ്സാണ്, എനിക്ക് മനസ്സിലാവും ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ കമ്പാനിയൻഷിപ്പ് ഇമ്പോർട്ടന്റ് ആണ്. അത് പിന്നെ നമുക്ക് മനസ്സിലാവും ഒരു 60 വയസ്സിലോ 70 വയസ്സിലോ ഒറ്റയ്ക്കൊരു വീട്ടിലൊരു ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് മനസ്സിലാവും അയ്യോ അന്ന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഒരാളെങ്കിലും ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു യാത്ര പോകാനെങ്കിലും പോട്ടെ മരുന്നെടുത്ത് തരാനെങ്കിലും ഒരാളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഈ 30s അല്ലെങ്കിൽ ഒരു 20s മുമ്പോ നമ്മൾ കല്യാണം കഴിപ്പിക്കുന്നത് നമ്മൾ പെട്ടെന്ന് അഡാപ്റ്റ് ആവാൻ വേണ്ടി, ആ രീതിയിലേക്ക് അമ്മയാവാനും വീട്ടിലെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാനും ഒക്കെ. അപ്പം ഈ ഒരു ഏജുള്ള ഒരു സ്ത്രീക്ക് ഇത്രയും കാലമായിട്ട് ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഇനി മനസ്സിലാവുന്നത്. ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മനസ്സിലായി. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ പുറത്തൊന്നും പോകണ്ട, എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പയുടെ പെങ്ങളുണ്ട്, നമ്മുടെ കൂടെ താമസിക്കണേ. പുള്ളിക്കാരി ഒരു 60 വയസ്സുണ്ട്. ജന്മം ചെയ്ത അലോപ്പതി കഴിക്കില്ല. ജന്മം ചെയ്താൽ കഴിക്കില്ല. ഹോമിയോ മരുന്നിൽ ആരോ കൈവശം കൊടുത്ത പോലെ ഹോമിയോ മരുന്നാണ് എല്ലാം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 5 ദിവസം ഈ കഴിഞ്ഞ ആഴ്ച 5 ദിവസം കണ്ടിന്യൂസ്ലി ആള് വൊമിറ്റ് ചെയ്തു, ഛർദ്ദിച്ചുകൊണ്ടേ ഇരിക്കുക. എനിക്ക് പ്രാന്തായി. കാരണം അസുഖം മാറണില്ല, 5 ദിവസം ഫുഡ് കഴിക്കാൻ പറ്റണില്ല. ഞാൻ പറഞ്ഞു അതായത് വേറൊരു ഇൻഡിവിജ്വൽ ആകുമ്പോൾ നമുക്ക് പറയുന്നതിനൊരു പരിധിയുണ്ട്. നമ്മുടെ അച്ഛനോ അമ്മയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ടാവും. ഇത് ആന്റി എന്ന് പറയുമ്പോൾ നമുക്ക് കയർത്ത് പോലും പറയാൻ പറ്റില്ല. സാറേ ഞാൻ പറഞ്ഞു ഇനി പരിപാടി നടക്കില്ല, വണ്ടി കയറിക്കോളാം. കിഡ്നി സ്റ്റോൺ ഹോമിയോ കുടിച്ചല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു ആളുടെ അടുത്ത്, ഇതിപ്പോ കിഡ്നി സ്റ്റോൺ അധികം ഇൻഫെക്ഷൻ ആയി പറ്റിപ്പോയി എന്ത് ചെയ്യും നമ്മള്? സ്കാൻ ചെയ്താലല്ലേ അറിയുള്ളൂ. ഹോമിയോ ഡോക്ടർക്ക് ഇങ്ങനെ നോക്കിയാൽ കണ്ടാൽ അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെ കുറച്ച് ഇമ്മച്വർ ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതുപോലെ നമ്മൾ സർട്ടൻ ഏജ് ഉള്ള ആൾക്കാരെ നമുക്ക് പറഞ്ഞു തിരുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ചുമ്മാ പറയാന്നുള്ളത് മാത്രമേ എനിക്കത് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. ഇനിയിപ്പം മേ ബി അവരുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ടേ കാര്യമുള്ളൂ. കാരണം ഏജ് ഉള്ള ആൾക്കാർക്ക് അവരവരുടേതായിട്ടുള്ള രീതിയിലും അവരവരുടെ പകുതി മുക്കാൽ ജീവിതം ജീവിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പം ആന്റിയുടെ കാര്യം പറഞ്ഞു. വീട്ടില് അച്ഛൻ ഒരു മ്യൂറൽ ആർട്ടിസ്റ്റോ എന്തോ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വരയ്ക്കുന്ന ആർട്ടിസ്റ്റ്. എങ്ങനെയാണ് അച്ഛൻ്റെ ആ കലാപ്രവർത്തനങ്ങളൊക്കെ? അച്ഛൻ ചെറുപ്പം തൊട്ടേ പെയിന്റിങ് ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെ മ്യൂസിക്കും ഉണ്ട്, പാടുമായിരുന്നു. പിന്നെ തബല, ഹാർമോണിയം, അങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കൈകാര്യം ചെയ്യുന്നു. പക്ഷെ ബേസിക്കലി ആള് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു, ക്ലാസിക്കൽ ഡാൻസസിന്റെ. അപ്പൊ അതാണ് ബേസ്. അപ്പം എപ്പോഴും ഞാൻ ഒരു 10th സ്റ്റാൻഡേർഡ് വരെയൊക്കെ മിക്കപ്പോഴും പപ്പ ഗുരുവായൂർ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോ അങ്ങനെയുള്ള ഒരു ഓർമ്മയാണ് എനിക്കുള്ളത്. പിന്നെ പെയിന്റിങ് വീട്ടിലുണ്ട് ചെയ്തു വെച്ചിരിക്കണ. നിങ്ങള് പാടുകയോ വരയ്ക്കുകയൊക്കെ ചെയ്യോ? ഇല്ല, ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്, വരയ്ക്കാൻ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. വെറുതെ പപ്പേനെ പറയിപ്പിക്കണ്ട.
അതിനിടയിൽ അതുപോലെ തന്നെ അമ്മ ഫാഷൻ ഡിസൈനർ ആണെന്നും കേട്ടിട്ടുണ്ട്. അമ്മ സ്റ്റിച്ചിങ് ആണ് ചെയ്തോണ്ടിരുന്നത്, ഡിസൈനർ ആയിട്ടില്ല. തയ്ക്കുമായിരുന്നു, ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യും. അപ്പം ഇതൊക്കെ അമ്മയാ ചെയ്തത്. ഓ, ഇന്നത്തെ നമ്മുടെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ഫാബ്രിക് ഞാൻ നമുക്ക് അങ്ങനെ ബൈലൈൻ കൊടുക്കാം. കോസ്റ്റ്യൂം എന്റെ അമ്മ, അത് പ്രത്യേകം കൊടുക്കണം. അപ്പൊ അമ്മയുടെ പേര് ജെസി. ഇപ്പൊ ഇവിടെ കൊച്ചിയിലാണോ വർക്ക് ചെയ്യണോ? അവിടെ കോഴിക്കോട് തന്നെയാണുള്ളത്. വർക്ക് ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട് ആള് സ്റ്റിച്ചിങ്ങിന്റെ ഇതിന്. പക്ഷെ അങ്ങനെ ഭയങ്കര ആക്റ്റീവ് അല്ല. ഇപ്പം അച്ഛൻ മരിച്ചിട്ട് 1 year ആയിട്ടേ ഉള്ളൂ. അപ്പം ഒരു ലോൺലിനെസ് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഒരു ആക്ടിവിറ്റി പിടിച്ചിരിക്കുകയാണ്. ഇപ്പം അച്ഛനും അമ്മയും ശരിക്കും ആർട്ടിസ്റ്റ് ആണെന്ന് തന്നെ പറയാം. സ്റ്റിച്ചിങ് ആണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഡിസൈനർ ഉണ്ടാവും, അതുണ്ടാവും. ഓഫ്കോഴ്സ് അത് ആ സമയത്ത് അവരെ അത് പഠിക്കാനുള്ള അവസരം കിട്ടാത്തതുകൊണ്ടായിരിക്കാം അവർ ഫാഷൻ ഡിസൈനർ ആവാത്തത്. അപ്പം ഉള്ളിൽ ചുറ്റുപാടിൽ കലാപ്രവർത്തനങ്ങളുണ്ട് പല രീതിയിലുള്ള. അപ്പോൾ കുട്ടിക്കാലത്ത് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആക്ടിങ്ങിനോടോ അല്ലെങ്കിൽ ഡാൻസിനോടോ ഒക്കെ പാഷൻ ഉണ്ടായിരുന്നോ? എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡാൻസിനെ പറ്റി പിന്നെ എനിക്ക് വലിയ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഒരു ഇതിലും പെർഫോം ചെയ്തിട്ടില്ല. ഞാനൊരു 4th സ്റ്റാൻഡേർഡ് വരെ എന്നെ ടീച്ചർ, ഒരു ഇന്ദിരാ മിസ് എന്ന് പറഞ്ഞിട്ട് ഒരു മാം വന്നിട്ട് സ്റ്റാഫ് റൂമിൽ വിളിക്കും. ഞാൻ അവർക്ക് എന്തോ പരിപാടി ഒപ്പിച്ചിട്ട് പിടിച്ചു എന്ന്. പക്ഷെ കുഞ്ഞല്ലേ, അപ്പം ഇങ്ങനെ പാട്ടൊക്കെ പഠിപ്പിച്ച് പുള്ളിക്കാരി എന്നെ എല്ലാത്തിനും കോമ്പറ്റീഷന് പങ്കെടുപ്പിക്കും. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ 5th മുതൽ നമ്മൾ ഹൈസ്കൂളിലേക്ക് മാറി. അത് വേറെ സ്കൂളാണ്. പിന്നെ ഞാൻ അവിടെ ഒരു പരിപാടിക്ക് നിന്നിട്ടില്ല. നമ്മളിപ്പോൾ എത്ര ഇത് അഗൈൻ കമ്മിങ് ബാക്ക് ടു സത്യഭാമ, നമ്മളിപ്പോൾ കുറച്ച് ബാക്കൗട്ട്, അതായത് നമ്മളിപ്പോൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചോ. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. ഞാൻ അധികം ആൾക്കാരോട് സംസാരിക്കാത്ത. ഇപ്പം ആരെങ്കിലും കോമ്പറ്റീഷൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് അയ്യോ എനിക്ക് ഉണ്ടെന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് താല്പര്യം ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കുമായിരിക്കും നിർബന്ധിക്കണം എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമായിരുന്നു. അപ്പം എന്നെ 10th വരെ +2 വരെ ഒന്നും ഒരാളും നിർബന്ധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു സ്റ്റേജിലും കയറിയിട്ടില്ല, ഒരു വേദിയിലും കയറിയിട്ടില്ല. അപ്പം ഞാൻ ആസ് എൻ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ആർക്കും അറിയില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ സ്കൂളിൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് ഗസ്റ്റ് ആയിട്ട് പോയ സമയത്ത് അവർക്കൊക്കെ അത്ഭുതമായിരിക്കും, ഇവളെങ്ങനെ സിനിമയിൽ എത്തിയെന്നുള്ളത്. ഞാനത് അവിടെ പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരും കണ്ടുപിടിക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ തോട് പൊളിച്ചു ഞാനിപ്പോ ഒരു സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ നെക്സൽ മറ്റേ ഇത്തരം നെഗറ്റീവ് ഷെയ്ഡ്സുള്ള ക്യാരക്ടേഴ്സ് കുറെ വന്നു തോന്നുന്നു. ചങ്സ് എന്ന് പറയുന്ന സിനിമയിൽ ലാലുമായിട്ടൊരു ഫൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലെ? അപ്പൊ അത്തരം സാധനങ്ങളൊക്കെ ചെയ്യുമ്പോ എങ്ങനെയാ ത്രിൽഡ് ആവും? ത്രിൽഡോ? അയ്യോ, ത്രിൽഡ് അല്ലത്, വേറെ ഏതോ ഫീലിംഗ് ആ. കാരണം എന്താ വെച്ചാൽ ഞാൻ രാവിലെ വരുമ്പോ ഒമർക്ക പറഞ്ഞു ഈ ഫൈറ്റ് ഉണ്ട്, അങ്ങനെ ഓക്കെ സെറ്റ്, ഡ്യൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോ രാവിലെ തൊട്ട് ഒരു പയ്യൻ, തമിഴ് പയ്യൻ, ഇത്രയും ഹെയർ കേളൊക്കെ ചെയ്ത് എന്റെ അതേ കോസ്റ്റ്യൂം അതേപോലെ ഇരിക്കുക. അങ്ങനെ ഞാനിവരെ രാവിലെ കണ്ട് ഹായ് ബ്രോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് രാവിലെ ഷൂട്ട് തുടങ്ങി, വൈകുന്നേരം വരെ ഷൂട്ട് പോയി. ഇവൻ ഒരൊറ്റ സീൻ പോലും ചെയ്തിട്ടില്ല. ഒമർക്ക് രാവിലെ ചെയ്തോളൂ. അതല്ല, അവനെ മെയിൻ ആർട്ടിസ്റ്റ്. ഞാനിരുന്ന് ഫുള്ള് ചെയ്തിട്ടേ എനിക്ക് പിറ്റേ ദിവസം ഈ വാതിലിന് മറ്റേ ലോക്ക് ഉണ്ടാവല്ലോ, ഡോർ തുറക്കാൻ ഇങ്ങനെ ഇത് തുറക്കാൻ പറ്റുന്നില്ല, കൈവേദന എടുത്തിട്ട്. അപ്പം പിന്നെന്ന് പറഞ്ഞാ വന്ന ആ സമയത്ത് ഫൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരാ എന്താന്നൊന്നും കാര്യമായിട്ട് അറിയൊന്നുമില്ല. നോക്കുമ്പോ ലാലങ്കില് ഇങ്ങനെ വലിയൊരു മനുഷ്യല്ലേ. ഞാൻ വിചാരിച്ചു ഒന്നെങ്കിൽ ഇന്ന് ഞാൻ അയാളുടെ കൈ കൊണ്ട് ചാവും, അല്ലെങ്കിൽ ഇങ്ങോർക്ക് എന്തെങ്കിലും പറ്റും. പക്ഷെ പുള്ളിക്ക് പറ്റി. പുള്ളി ഹണിബീന്റെ ലോഞ്ചിന്റെ സമയത്താണ് പിന്നെ ഞാൻ പുള്ളിനെ കാണുന്നത്. പുള്ളി ഈ വാക്സ് ബോട്ടിൽ ഇല്ലേ, വാക്സ് ബോട്ടിൽ വെച്ച് നമ്മൾ തല അടിക്കുന്ന സീനുണ്ട്. അപ്പൊ ആദ്യം ഡ്യൂപ്പിനെ വെച്ച് അടിച്ചു. അപ്പൊ അത് കറക്റ്റ് ഇതായി. 3 വാക്സ് ബോട്ടിൽ 4 വാക്സ് ബോട്ടിൽ എങ്ങനെയല്ലോ. ആദ്യം അടിച്ചത് എന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. അപ്പൊ ഒമർക്ക പറഞ്ഞു, ഇനി 3 എണ്ണേ ഉള്ളൂ മോളെ, ഈ 3 എണ്ണത്തിൽ 1 കൂടെ ഞാൻ ഡ്യൂപ്പിനെ അടിക്കാൻ തരാം, ബാക്കി 2 നീ സെറ്റ് ആക്കണം എന്ന് പറഞ്ഞു. ഞാൻ അടിച്ചു, ഡ്യൂപ്പിനെ അടിച്ചപ്പോ അപ്പോഴാണ് ലാലങ്ങള് വരുന്നത്. അപ്പൊ ലാലങ്ങള് വന്ന് നോക്കിട്ട് പറഞ്ഞു ഓ സെറ്റ് ഞാൻ ഇരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് പറഞ്ഞു വേണ്ട ഡ്യൂപ്പ് ഇടുന്നോളൂ പറഞ്ഞു. ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ അടിക്കാൻ പോകുമ്പോ പുള്ളി തല നോക്കി, തല മുറിഞ്ഞു. ഞാൻ അടിച്ചപ്പോ പുള്ളി അഭിനയിച്ചു, വേദനിക്കണ പോലെ അഭിനയിച്ചു. അത് കഴിയുമ്പോ പുള്ളിന്റെ ഇങ്ങനെ നടക്കണേ ഫുൾ ടൈം. ഹണിബി സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് വരെ പുള്ളി ഇങ്ങനെ അങ്ങനത്തെ അടി അടിച്ചു. പിന്നെ ഞാൻ ഓടി, പുള്ളിക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞ ഉടനെ ഞാൻ ഓടി. ഇപ്പം ഒരുപാട് സിനിമകൾ ചെയ്തു. ഇപ്പോൾ ലാസ്റ്റ് റിലീസായത് കമൽ സാറിന്റെ വിവേകാനന്ദൻ വൈറലാണ് എന്നൊരു സിനിമയാണ്. നമ്മൾ ഫോട്ടോഷൂട്ടിൽ പങ്കെടുക്കുകയുണ്ടായി.
അപ്പോൾ കമൽ സാറുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസും ഈ പറയുന്ന പോലെ, കാരണം മലയാളത്തിലെ ഒരു എണ്ണം പറഞ്ഞ ഡയറക്ടർമാരിൽ ഒരാളാണ് കമൽ സാർ. വളരെ നമ്മളൊക്കെ വളരെ എന്താ പറയുക, ആസ്വദിച്ച് കണ്ടുള്ള സിനിമകളുടെ സൃഷ്ടാവാണ്. അപ്പോൾ ആ ഒരു സിനിമ പുള്ളിയായിട്ടുള്ളൊരു ഇടപെടലുകൾ എങ്ങനെയായിരുന്നു? ഞാൻ കമൽ സാറാണ് ആദ്യം ഇങ്ങോട്ട് വിളിക്കുന്നത്. അപ്പം ഞാനത് അങ്ങനെ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ കുറച്ച് ഈ പറഞ്ഞ പോലെ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. വളരെ കൂളായിട്ട് വന്ന് ഗിരീഷ് ഏട്ടനുണ്ട്, ഗിരീഷ് ഏട്ടൻ്റെ സ്റ്റുഡിയോ ഒന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു, കഥ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തു. പിന്നീട് ഞാൻ അങ്ങനെ വിളിക്കാനോ അങ്ങനെയൊന്നും പോയിട്ടില്ല. കാരണം എനിക്കറിയില്ല എങ്ങനെയാണ്. ഇപ്പം ചില ആളുകൾക്ക് ചില രീതികളുണ്ട്. അപ്പം ഈവൻ ഒരു സർട്ടൺ ലെവലിലിരിക്കുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ പോയി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഞാൻ അതൊക്കെ കുറേ ഇങ്ങനെ കണ്ടിട്ടും പരിചയമുണ്ട്, എക്സ്പീരിയൻസ്ഡും ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാറിൻ്റെ അടുത്ത് ഒരു സർട്ടൺ ഡിസ്റ്റൻസ് വെച്ചിട്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് സാർ അത് കംഫർട്ടബിൾ ആയിരുന്നു. സിനിമ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഭയങ്കര പ്രൊഫഷണലാണ് സാർ. ലൈക്ക് 5 മണി എന്ന് പറഞ്ഞാൽ 5 മണിയിൽ സെറ്റിലുണ്ടാവും. ഈവൻ തലേ ദിവസം ഒരു 2 മണി 3 മണിക്ക് പാക്കപ്പ് ആയാലും പിറ്റേ ദിവസം രാവിലെ സാർ 5 മണിക്ക് ഉണ്ടാവും. അപ്പം അത് ഭയങ്കര നമുക്ക് ഒരു അത്രയും ഈ ഒരു ജനറേഷനിലും അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മളത് നോക്കുമ്പോൾ ഭയങ്കര പ്രൊഫഷണലായിട്ട് ആൾക്കാർ വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു ആരാധന ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും. പിന്നെ സാറ് ചെയ്തു വെച്ചിരിക്കുന്ന വർക്കുകളാണെന്നുണ്ടെങ്കിലും പിന്നെ ആസ് എ പേഴ്സൺ ഞാൻ നോക്കുമ്പോൾ നല്ലൊരു ഡയറക്ടർ അല്ലെ. നമുക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും അതൊരു. പുതിയ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. വേറെ എന്താ സിനിമയിലുണ്ടെന്ന് പറഞ്ഞാലും കമൽ സിനിമ അല്ലെങ്കിൽ കമൽ സാറിന്റെ പടം എന്ന് പറയുമ്പം ആണോ എന്ന് പറഞ്ഞിട്ട് ആളുകൾ അതിനെപ്പറ്റി എക്സൈറ്റഡ് ആവുന്നതും ചോദിക്കുന്നതും എനിക്ക് ഭയങ്കര ഒരു പുതിയ കാര്യമായിരുന്നു. അപ്പം ഞാൻ അതിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ടൈം ആയിരുന്നു അത്. ആൻഡ് സാറിൻ്റെ അടുത്ത് വർക്ക് ചെയ്യാനാണെങ്കിലും എനിക്കറിയില്ല സാറിന് എങ്ങനെയാണ്. ഞാൻ ഭയങ്കര കുരുത്തം കെട്ട ഒരു ആളായിരുന്നതാണ് അവിടെ. ഞാൻ എല്ലായിടത്തും പോയി പറഞ്ഞു സാറിന് ഏറ്റവും ഇഷ്ടമുള്ള പണി അതിനകത്ത് നടക്കുന്നുണ്ടല്ലോ, നായകനെ എടുത്തിട്ട് അത് പിന്നെ നമുക്ക് പ്രൊഫഷണലി അതാണല്ലോ. അപ്പൊ അതുകൊണ്ട് സാറിന്റെ എല്ലാ സ്ഥലത്തും ഞാൻ ഇങ്ങനെ എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞു സാറിനെ വഴക്ക് പറഞ്ഞു എന്നല്ല, സാറിനെ ഞാൻ അത്രയും ബുദ്ധിമുട്ടിപ്പിച്ചത് കൊണ്ടാണ് സാറ് വഴക്ക് പറഞ്ഞത്. അവസാനം സാർ ഓഡിയോ ലോഞ്ചിന് പറഞ്ഞു ദയവ് ചെയ്ത് ഞാൻ നായകന്മാരെ വഴക്ക് പറയുമെന്ന് പറയുന്നത്. കാരണം കേൾക്കുന്ന ആൾക്കാർ ആകെ ഇതേ കേൾക്കുള്ളൂ. എന്തുകൊണ്ട് അറിയില്ല, എന്റെ കയ്യിലിരിപ്പോണ്ടാന്നുള്ളത്. ഞാൻ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. കാരണം നമുക്ക് അങ്ങനെ അത്രയും പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സെറ്റ് ഇല്ല. അത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളല്ലേ. അപ്പം നല്ലൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ അതിന്റെ പ്രൊമോഷന്റെ സമയത്ത് ഷൈൻ ടോം ചാക്കോയായിട്ട് ഒരു അടിയൊക്കെ ഉണ്ടാക്കി സിനിമ ഇൻഡസ്ട്രി തന്നെ മാറുകയാണെന്നൊക്കെ പറയുന്ന പോലെ എന്താ ആക്ച്വലി സംഭവിച്ചത്? ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ വേണ്ടി ട്രൈ ചെയ്തു, പക്ഷെ എനിക്കത് പറയാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. എന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പറയാൻ ഒരു സ്ഥലത്ത് ട്രൈ ചെയ്തു, അവിടെ ഒന്നെങ്കിൽ നമ്മൾ ഇൻസൾട്ടഡ് ആവുകയാണ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം കേൾക്കാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എഴുന്നേറ്റ് പോകുന്നതാണ് നല്ലത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു സർട്ടൺ ഏജ് കഴിഞ്ഞ ആൾക്കാരോട് ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ആ പോയിന്റിൽ അങ്ങനെയാ തോന്നിയത്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ അല്ലെ, അല്ലെങ്കിൽ വേറൊരാളൊരു കാര്യം പറയുമ്പോൾ അവരെ പറയാൻ അനുവദിക്കണം. അപ്പൊ എനിക്ക് ഷൈൻ എൻ്റെ വളരെ നല്ല സുഹൃത്താണ്. പക്ഷെ നമ്മൾ പ്രൊഫഷണലി വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. അതായത് ഞാൻ ഈ ഒരു ഇന്റർവ്യൂവിന്റെ വീഡിയോ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ ഷൈൻ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ സംസാരിക്കുമ്പോൾ ഷൈന് കുഴപ്പമില്ല, ഷൈൻ സംസാരിക്കാൻ അനുവദിക്കുന്നു, അല്ലാത്ത ആളുകൾ വരുന്ന സമയത്ത് ഷൈൻ സംസാരിക്കാൻ സമ്മതിക്കില്ല എന്നും. അത് വളരെ അത് അങ്ങനെ വന്നത് നന്നായെന്നും അത് വളരെ എവിഡൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ആസ് എ പേഴ്സൺ ഞാനൊരു സെറ്റിൽ പോയ സമയത്ത് എനിക്ക് അവിടെ ബാത്റൂം പോലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു റൂമല്ല തന്നത്, ബാത്റൂം ഇല്ലായിരുന്നു. അപ്പം നോർമൽ റൂമാണ് തന്നിരിക്കുന്നത്, അവിടെ ബാത്റൂം വർക്ക് ചെയ്യുന്നില്ല. അപ്പം ബാത്റൂം ഇല്ല എന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വേറെ 2 ആർട്ടിസ്റ്റുകൾ, അവർക്ക് ക്യാരവാൻ ഉണ്ടായിരുന്നു. അവർക്ക് അത് കണ്ട് എന്തോ ഭയങ്കര ബാഡ് ഫീലിംഗ് ആയിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ താൻ വേണമെങ്കിൽ ഈ ക്യാരവാൻ യൂസ് ചെയ്തിട്ട് ഒരാൾ മറ്റേ ആർട്ടിസ്റ്റിന്റെ ക്യാരവാനിലേക്ക് കയറി. അപ്പം ഞാനിത് കയറിയത് തൊട്ടിട്ട് ഈ പ്രൊഡക്ഷനിലെ ആൾക്കാർക്ക് ഞാൻ എന്താ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു അസിസ്റ്റന്റ് ഉണ്ട്, അപ്പോൾ അവനടുത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടാണ് ഇവരിപ്പോൾ ഈവൻ ബാക്കിയുള്ള കൊളീഗ്സിന് പോലും യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർ മാറ്റുന്നു എന്നുള്ളത്. അപ്പം ഈ ചില കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഈ ഇന്നോവയുടെ ഫ്രണ്ടിലിരുന്ന് പോവുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു കാറിൽ മാത്രമേ കയറുള്ളൂ, വേറെ ആർട്ടിസ്റ്റുള്ള വണ്ടികളിൽ ഷെയർ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ക്യാരവൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രിവിലേജ് ആണെന്നും അതൊരു ഈ പറഞ്ഞ പോലെ സോ കോൾ ക്ലാസ് ആണെന്നും ചിന്തിക്കുന്ന ആൾക്കാരാ. ഇത് നമ്മളുടെ ഒരു നെസസിറ്റി ഉണ്ടാവില്ല, നമ്മുടെ ഒരു ആവശ്യം.
ഒബ്വിയസ്ലി ഒരു പെൺകുട്ടി ആവുന്ന സമയത്ത് മന്ത്ലി പീരിയഡ്സ് ഉണ്ടാവും. നമുക്ക് ഈ പബ്ലിക് ടോയ്ലറ്റ്സിൽ പോകുന്നതിൽ നമുക്കായിട്ടൊരു ഒരു റൂമോ അല്ലെങ്കിൽ ഒരു വാഷ്റൂമോ ക്ലീൻ ആയിട്ടുള്ള ഒരു ഇത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഹൈജീൻ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, അതൊരു മാറ്റർ അല്ലേ. ഇപ്പൊ എൻ്റെ കേസ് പോട്ടെ, ഇപ്പൊ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒത്തിരി ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും, ഒത്തിരി സ്ത്രീകൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. ഇവർ രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ വന്നിങ്ങനെ ഇരിക്കും. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വാഷ്റൂമിൽ പോകാൻ മൂത്രം ഒഴിക്കാൻ പിടിച്ചു വെക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്തായിരിക്കും? അപ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഒന്നെങ്കിൽ ആ ഭാഗത്തുള്ള പരിസരത്തുള്ള ഏതെങ്കിലും വീട്ടിൽ ഇവർ തന്നെ പോയി ചോദിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ബട്ട് ഒരു ക്യാരവാനോ ഒരു റൂമോ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ എത്ര നല്ലതായിരിക്കും എന്നുള്ളതാണ്. അതൊന്നും ആർക്കും കേൾക്കുകയോ പറയുകയോ ഒന്നും വേണ്ട. ആൾക്കാർ ചിന്തിക്കുന്നത് അവള് ക്യാരവാൻ ചോദിച്ചു എന്നുള്ളതാണ്. എനിക്ക് ക്യാരവാൻ അല്ല വേണ്ടത്, എനിക്ക് ബാത്റൂമാണ് വേണ്ടതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അത് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അത് സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഈ പെണ്ണുങ്ങൾക്ക് ഇക്വാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ സ്ത്രീകളെ സംസാരിക്കാൻ സമ്മതിക്കുന്നു എല്ലായിടത്തും പറയുന്നുണ്ട് ആളുകൾ. എവിടെയാണ് ആ ഇന്റർവ്യൂ കണ്ടു നോക്കുക, അതിലെവിടെയാണ് ഈ സ്ത്രീകളെ സംസാരിക്കാൻ സമ്മതിച്ചിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പം അത് ഞാൻ ഷൈൻ്റെ അടുത്ത് സംസാരിച്ചു. ഷൈൻ്റെ സിസ്റ്റർ വിളിച്ച് എൻ്റെ അടുത്ത് സോറി പറഞ്ഞു. പക്ഷെ അതൊക്കെ നല്ല ആക്റ്റാണ്. നമ്മളൊരു കാര്യം ചെയ്ത് ആ ചെയ്ത കാര്യം അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് തിരുത്താവുന്നതാണ്. അത് ആസ് എ പേഴ്സൺ ഷൈൻ വന്ന് അപ്പോളജൈസ് ചെയ്തിട്ടില്ല. പക്ഷെ ഷൈൻ്റെ സൈഡിൽ നിന്ന് ഷൈൻ്റെ അസിസ്റ്റന്റ് ആണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും എന്നോട് വിളിച്ച് ഒരു സോറി പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇപ്പം നായികമാർക്ക് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നില്ല എന്ന രീതിയിലേക്ക് വേണം നമ്മൾ ഈ ഒരു ഇൻസിഡന്റിനെ കാണാൻ. അല്ല, നായികമാർക്ക് എന്നല്ല, ഞാൻ അതിനെ ഒരു നായികയായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ കാണുന്നതിലും കൂടുതൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് എനിക്ക് അതിനെ ഫീൽ ചെയ്തിട്ടുള്ളത്. സ്ത്രീ ആയതുകൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ അങ്ങനെ ചോദിക്കുന്നത്, അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു ബേസിക് നീഡല്ലേ. ഇപ്പം നമുക്കൊരു വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ വാഷ്റൂം പോകാൻ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ആണുങ്ങൾ പോകുന്ന പോലെ നമുക്ക് പോകാൻ പറ്റില്ല. ഈവൻ പബ്ലിക്കലി വേണമെങ്കിലും ആണുങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇൻ കേസ് നമ്മൾ ചെയ്ത് നമ്മൾ ആരായി. അപ്പൊ അതൊക്കെ ഒരു കാര്യമല്ല. അപ്പൊ എനിക്ക് തോന്നിയിരിക്കുന്നത് സ്ത്രീ ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറ്റിയെന്നുള്ളതാണ് ഞാൻ എടുത്തേക്കുന്ന ഒരു പോയിന്റ്. എനിവേ ഇപ്പം ഒരുപാട് സിനിമകൾ ചെയ്തു. ഇനിയിപ്പം പെട്ടെന്ന് റിലീസാവാൻ അടുത്ത് തന്നെ എനിക്കൊന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു പുതിയ പടം റിലീസിലേക്ക് വരികയാണ്. 28-ാം തീയതി ഒരു സിനിമ റിലീസ്. ഞാൻ ചോദിക്കാൻ വന്നത് നിങ്ങളെ വയസ്സ് എത്രയായിരുന്നാണ്? വയസ്സ് എത്രയെന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ സിനിമയുടെ പേരേതായാൽ നമുക്കത് ചോദിക്കാതിരിക്കുമല്ലോ. 30 അതിന്റെ പേര്. അത് പ്രശാന്ത് മുരളി, ഞാൻ ചിത്ര ഒക്കെ ചെയ്തൊരു മൂവിയാണ്. ചിത്ര നായർ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പം അതാണ് റിലീസ് ലൈക്ക് വെരി നിയർ റിലീസ്. അതാണ്. പിന്നെ ഉള്ള ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടതാ സാറേ എന്ന് പറഞ്ഞിട്ട്, ഇതെല്ലാം ഈ നമ്മളിങ്ങനെ പറച്ചിൽ പോലത്തെ ഒരു ടൈറ്റിലുകളാണ്. അത് ഇന്ദ്രജിത്തേട്ടനാണ് അതിൽ ലീഡ് ചെയ്യുന്നത്. പിന്നെ രണ്ടാം മുഖം എന്ന് പറഞ്ഞിട്ട് മണികണ്ഠൻ ആചാരി പുള്ളിയുടെ കൂടെ ഒരു പടം ചെയ്തു. മൂന്നുമാണ് മേജർ. ഇപ്പം ഇതുവരെ ചെയ്ത സിനിമകളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഏതാണ് ഏറ്റവും? എബിയാണ് എനിക്ക് ത്രൂ ഔട്ട് എന്താ പറയാ ഭയങ്കര ആഗ്രഹിച്ച് കിട്ടിയൊരു സിനിമയാണ്. ത്രൂ ഔട്ട് വർക്ക് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. കുറച്ച് ഒരു കണ്ടന്റ് ഉള്ള ഒരു കാമ്പുള്ള ഒരു ക്യാരക്ടർ എന്നൊക്കെ പറയില്ല, അങ്ങനെ കിട്ടിയ ഒരു സിനിമ അതാണ്. പിന്നീട് അങ്ങനത്തെ സിനിമകൾ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളതാണ്. വന്നതെല്ലാം ഞാൻ ചെയ്തു, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതെല്ലാം ഞാൻ ചെയ്തു. അത്രയേ ഉള്ളൂ. ഏത് തരം റോളുകളാണ് ഇനി ചെയ്യാൻ? എനിക്ക് അങ്ങനെയുള്ള റോളുകളാണ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക, ഇപ്പോൾ എബിയിലെ ക്യാരക്ടറൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ നാട്ടിലിപ്പോൾ ഒരു കോട്ടയം ഭാഗത്തോ അല്ലെങ്കിൽ തൊടുപുഴ ഭാഗത്തോ അങ്ങനെ ഒരാളുണ്ടാവും, ഒരു കാമുകനോ അല്ലെങ്കിൽ ആ കാമുകന് വേണ്ടിയിട്ട് കുറെ കാലം കാത്തിരിക്കുന്ന ഒരു ടൈപ്പ് ആളുണ്ടാവും. നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ഹീറോനെ ചാടി അടിച്ച് പല്ല് തെറിപ്പിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ അതെ, അത് വൺസ് ഇൻ എ വൈൽ ചെയ്യാം. അപ്പം ഞാൻ ഉണ്ണിമുകുന്ദനായിട്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇരാന്ന് പറഞ്ഞിട്ട് ഉണ്ണി എന്നോട് പറഞ്ഞു, എടോ എനിക്ക് സൂപ്പർമാൻ പോലത്തെ പടങ്ങൾ ചെയ്യണം, സൂപ്പർ ഹീറോയിക് പടങ്ങൾ ചെയ്യണം. അപ്പൊ എനിക്ക് തോന്നുന്നു ജയ് ഗണേഷ് അതെ, അത് അന്ന് പറഞ്ഞത്. ഇന്നിപ്പോ പുള്ളി അത് എനിക്കറിയില്ല, അത് ഞാൻ പക്ഷെ സൂപ്പർ ഹീറോ പടമാണെന്ന് വിചാരിക്കുന്നു അതിന്റെ പോസ്റ്റർ കണ്ടിട്ട്. അപ്പം അത് പുള്ളിയുടെ ഒരു ആഗ്രഹമാണ്. അതുപോലെയുള്ള ഒരു ആഗ്രഹമാണ് എനിക്ക്, കുറച്ച് ഒരു ഡെപ്തുള്ള ക്യാരക്ടർ ചെയ്യാൻ. ഇത്രയും വർഷം സിനിമയിൽ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര മാർക്ക് കൊടുക്കും നമ്മുടെ ഈ സിനിമാ ജീവിതത്തിന്? 5. 10 5. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ആദ്യത്തെ ഒരു ഇനീഷ്യൽ ടൈമിൽ എനിക്ക് ഈ സിനിമയിൽ എന്താവുന്നോ അല്ലെങ്കിൽ സിനിമയിൽ ലൈഫ് ഉണ്ടെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്താണ് ഇതെന്ന് അറിയാതെ വന്നതാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എത്രത്തോളം ഇത് പോകുന്നൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു 8 to 9 years ആയി ഞാൻ സിനിമയിൽ.
അപ്പൊ ഇപ്പൊ എത്തുമ്പോ എനിക്ക് തോന്നുന്നു ഞാൻ നന്നായിട്ട് PR വർക്ക് ചെയ്യണമായിരുന്നു, ഞാൻ നന്നായിട്ട് ചാൻസ് ചോദിക്കണമായിരുന്നു, നമ്മളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിനുള്ള കാര്യങ്ങൾ ഞാൻ നന്നായിട്ട് ചെയ്യണമായിരുന്നു എന്നൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി അല്ല അത് വൈകിട്ടില്ലേ, ഇപ്പൊ ഇനി അങ്ങോട്ട് ചെയ്താൽ മതി. ഇനി അങ്ങോട്ട് ചെയ്താൽ മതി. അല്ലാതെ ഇനിയിപ്പോ കുറെ ഏജ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ആണുങ്ങൾ ഭരതനാട്യം കളിക്കാൻ പാടില്ല, അത് പെണ്ണുകൾ അഭിനയിക്കാൻ പാടില്ല ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ആൾക്കാർ എടുത്തിട്ട് ട്രോളും. അപ്പൊ അതുകൊണ്ട് ഇപ്പളെ നന്നായാൽ നന്നാവും എനിക്ക് തോന്നുന്നുണ്ട്. എനിവേ എന്തായാലും സന്തോഷം. നമ്മൾ ഇപ്പം സെക്കൻഡ് ടൈമാണ് ഫോട്ടോഷൂട്ട് ചെയ്യണത്. ഇനി നമുക്ക് വീണ്ടും പുതിയ ഫോട്ടോഷൂട്ടുകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ജമേഷ് ഷോയിൽ മറ്റു വിശേഷങ്ങളുമായിട്ട് മറ്റൊരിക്കൽ കണ്ടുമുട്ടുന്നത് വരെ തൽക്കാലം താങ്ക് യു സോ മച്ച്. താങ്ക് യു.